നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഈ സമയത്തൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആ ഒരു നോർമൽ അവസ്ഥയിലുള്ള സമയത്ത് മാത്രമേ നമുക്ക് നല്ല വൈസായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വൈകാരികമായിട്ടായിരിക്കും പ്രതികരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിരുപാധികം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. ഈ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അയാൾ ചെയ്ത എല്ലാം മറന്നുകൊണ്ട് എല്ലാം വിട്ടുകൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അയാൾക്ക് നമ്മൾ പുറത്തു കൊടുക്കുന്നത് നമ്മളെ മനസ്സിനെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും, നമ്മളത് ചിന്തിച്ച് കൂട്ടി അങ്ങനെ ഇരുന്ന് മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ കനൽ വാരി ഇടുന്നതിന് തുല്യമാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ ആ ഒരു ശാന്തതയിലേക്ക്, റിയാലിറ്റിയിലേക്ക് വരിക, എന്നിട്ട് നിരുപാധികം വിട്ടുകൊടുക്കുക. കാരണം നമ്മളൊരാൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ പകുതിയാണ് എന്നാണ് പടച്ചവൻ വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു മഹത്വം വളരെ വലുതാണ്. അപ്പൊ ഈ ഒരു സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇനി എന്ത് തെറ്റുകളും ആരെന്ത് ചെയ്താലും അത് വിട്ടുകൊടുക്കുക, അവരെ വഴിക്ക് വിടുക. നമ്മൾ എപ്പോഴും സമാധാനമായിട്ടിരിക്കുക. താങ്ക് യു.